സ്പോർട്സ് സോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് ISLലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇന്നലെ തോൽപ്പിച്ചത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയം നേരിട്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പ്രീതം കോട്ടാരന്റെ അസിസ്റ്റിൽ നിന്നും ജീസസ് ജിമിനസ് ആണ് നേടിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒന്നാണ്. പ്രകടനവും മോശമായിരുന്നു എന്നത് ആരാധകരുടെ നിരാശ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഈ തോൽവി വളരെയധികം വേദനാജനകമാണ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ സ്റ്റാറെ മത്സരശേഷം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചുവരും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പോസിറ്റീവ് ആണെങ്കിലും ഈ തോൽവി വളരെയധികം വേദനാജനകമാണ്. എന്നാൽ ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. സമനില ഗോൾ നേടിയതിനു ശേഷം ഒരു ഗോൾ കൂടി നേടാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അവിചാരിതമായി കൊണ്ട് ഞങ്ങൾക്ക് ഗോൾ വഴങ്ങേണ്ടി വന്നു. ഭാവിയിൽ ഇങ്ങനെയൊരു ഗോൾ ഇനി ഞങ്ങൾ വഴങ്ങില്ല, അത് ഒഴിവാക്കും. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഡിഫൻസീവ് എററിൽ നിന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ വഴങ്ങിയത്. തുടർച്ചയായ 2ാം തവണയാണ് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനോട് തോറ്റത്. കഴിഞ്ഞ സീസണിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് പഞ്ചാബ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. അന്നും പെനാൽറ്റി വഴി ലൂക്ക ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയിരുന്നു. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അടുത്ത ഞായറാഴ്ച കൊച്ചിയിലാണ് ഈ മത്സരം നടക്കുന്നത്.